കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അകമല ഭാരതീയ വിദ്യാഭവൻസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കഥകളി ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചു. കഥകളി ആചാര്യൻ കലാമണ്ഡലം വിജയകുമാറും പത്നി ചുട്ടി കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാറും ചേർന്ന് നയിച്ച പരിപാടി കലയും അറിവും പകരുന്ന വേറിട്ടൊരു അനുഭവമായി. വയലാറിൻ്റെയും പി ഭാസ്കരൻ്റെയും വിഖ്യാത ഗാനങ്ങൾ കോർത്തിണക്കിയ അവതരണം കാണികളെ വിസ്മയിപ്പിച്ചു. അകമല ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ഓഡിറ്റോറിയമാണ് കഥകളിയുടെ വർണ്ണാഭമായ ചടങ്ങുകൾക്ക് വേദിയായത്. ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി പ്രണവ് പ്രകാശ് സ്വാഗതം ആശംസിച്ചു. കഥകളി ആചാര്യൻ കലാമണ്ഡലം വിജയകുമാർ, സഹധർമ്മിണി ചുട്ടിക്കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാർ എന്നിവരായിരുന്നു പരിപാടിയിലെ മുഖ്യ അതിഥികൾ. കഥകളി ആചാര്യനെ കുറിച്ച് സഹധർമ്മിണി കലാമണ്ഡലം ബാർബറ വിജയകുമാർ സദസ്സിന് പരിചയപ്പെടുത്തി. തുടർന്ന് തൻ്റെ ഒരു വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിലൂടെ തയ്യാറാക്കിയ പഹൽഗാം കൂട്ടക്കൊലയുടെ കഥയെക്കുറിച്ച് കലാമണ്ഡലം വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഇതിനുശേഷമാണ് വേദിയിൽ കഥകളി അവതരണം നടന്നത്. വയലാറിൻ്റെയും പി ഭാസ്കരൻ്റെയും ചലച്ചിത്ര ഗാനങ്ങളാണ് പിന്നണിയിൽ ഉപയോഗിച്ചതെന്നത് ഈ ദൃശ്യാവിഷ്കാരത്തെ കൂടുതൽ ഹൃദ്യമാക്കി. അവതരണത്തിന് ശേഷം നടന്ന ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി വി മുരളി അവതരണ മികവിനെ പ്രശംസിച്ച് സംസാരിച്ചു. തുടർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം വിജയകുമാറിനെയും ബാർബറ വിജയകുമാറിനെയും ആദരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി എൻ രാജൻ, പി എൻ ഗോകുലൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു ശിവദാസ്, വൈസ് പ്രിൻസിപ്പൽ എം ബി ബിന്ദു, പ്രൈമറി കോർഡിനേറ്റർ എം ആർ രശ്മിദാസ് എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത നന്ദി രേഖപ്പെടുത്തിയതോടെ കഥകളി അവതരണ പരിപാടികൾക്ക് സമാപനമായി. സ്വന്തം ഭാര്യമാരുടെ മുമ്പിൽ പിടഞ്ഞ് മരിക്കേണ്ട, വെടിയേറ്റ് പിടഞ്ഞു വേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ തന്നെ വേദനിപ്പിച്ച സംഭവമാണ്. നമ്മുടെ വീട്ടിലെ സഹോദരിയുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ നമ്മുടെ മകളുടെ ഭർത്താവാണ് ആ ദുരന്തത്തിൽപ്പെട്ടതെന്ന് മനസ്സുകൊണ്ട് കണ്ട ആളുകളാണ്. ആ ഭരൻ്റെ ദുഃഖം ഏറ്റുവാങ്ങി ഇംഗ്ലണ്ടിലിരുന്ന് ഈ വിഷമത്തിൻ്റെ ഇതിലിതുകൊണ്ട് അവർ തയ്യാറാക്കിയ ഒരു കഥയാണ് ഇന്ന് ഇവിടെ കഥകളിയായിട്ട് അവതരിപ്പിച്ചത്. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ സാധാരണ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സമകാലിക സംഭവം, ആ കാശ്മീർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഥകളിയാണ് ഏക കഥാപാത്രമായി, സ്ത്രീ കഥാപാത്രമായി അരങ്ങിൽ വരികയും ഒരു സ്ത്രീയുടെ ജീവിത യാത്രയിലെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത, അവരുടെ വിവാഹ സ്വപ്നങ്ങൾ,
അതിനുശേഷമുള്ള അവരുടെ വിരഹം, അത് കഴിഞ്ഞ് വീണ്ടും വരുന്ന വിഷയങ്ങൾ, അവസാനം ഈ ദുരന്തം ഉണ്ടാക്കുന്ന നൊമ്പരം, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സിനിമാ പാട്ടുകളെ വയലാറിൻ്റെയും വയലാറിൻ്റെയും അതുപോലെ തന്നെ പി ഭാസ്കരൻ മാസ്റ്ററുടെയും കവിതകൾ നമ്മളെയൊക്കെ ആകർഷിച്ച, നമ്മുടെയൊക്കെ തന്നെ ചുണ്ടുകളിൽ ഇന്നും തത്തിക്കളിക്കുന്ന ഒരുപാട് പഴയ ആ സുന്ദര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കഥകളി പദങ്ങൾക്ക് പകരം സിനിമാ ഗാനങ്ങളെ കഥകളിയുടെ ഭാഷ്യവുമായി ഇണക്കിയാണ് ഈ കഥ അവതരിപ്പിച്ചത്.